ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ചും ട്രേഡിങ്ങിൻ്റെ ആപ്പുകളെ കുറിച്ചെല്ലാം സംസാരിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് ബ്രോക്കേഴ്സിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. അതിന് നമുക്ക് ഇടയിലൊരു ബ്രോക്കറിൻ്റെ ആവശ്യമുണ്ട്. ബ്രോക്കേഴ്സിൽ തന്നെ 2 ടൈപ്പ് ബ്രോക്കേഴ്സ് ഉണ്ട്. ഒന്ന് STP ബ്രോക്കറും 2 ഡീലിംഗ് ഡെസ്ക് ബ്രോക്കറും. STP ബ്രോക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓർഡർ ഡയറക്റ്റായി ബാങ്കുമായി കണക്ട് ചെയ്യുന്ന ബ്രോക്കറാണ് STP ബ്രോക്കർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു സാധനം ഓർഡർ ചെയ്യുന്നു വീട്ടിലേക്ക്, അത് ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് നമ്മളുടെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് STP ബ്രോക്കർ വർക്ക് ചെയ്യുന്നത്. ഡീലിംഗ് ഡെസ്ക് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓർഡർ ഡയറക്റ്റ് ബാങ്കിൽ എക്സിക്യൂട്ട് ആകുന്നില്ല. അത് അവരുടെ തന്നെ സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ആയിട്ട് അതിൻ്റെ പോസിറ്റീവായും നെഗറ്റീവായും അവർ തന്നെയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. സോ എപ്പോഴും നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് STP ബ്രോക്കർ ഏതാണ്, അതിലായിരിക്കണം നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഒരിക്കലും തന്നെ ഡീലിംഗ് ഡെസ്ക് ബ്രോക്കേഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പാടില്ല.